ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്നാണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ പൈൽ സെലക്ഷൻ നടത്താം. താങ്ക് യു. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് 27 ഹൈഡ്രേറ്റ്. സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് ചാൻറ്റിങ്, നമ്പർ 8 ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചൊരു കാം മൈൻഡിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് ഈ ഒരു സമയത്തോട്ടുള്ള. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് ഹൈഡ്രേറ്റ് ആണ്, നമ്പർ 27 ആണ്. നമ്മൾ പ്ലസ് ചെയ്യണ സമയത്ത് 9 ആണ് വരുന്നത്. ഓക്കെ, ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ബോഡിയിൽ ജലാംശം കുറവുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്കിത് ഇമോഷണൽ സൈഡായിരിക്കാം. പെട്ടെന്ന് വികാരം വരിക, പെട്ടെന്ന് ദേഷ്യമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ഒത്തിരി ഇമോഷണലായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് നോക്കാം. കാർഡ്സ് എടുത്തിട്ട് കുറച്ച് പേര് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകാം ഈ പൈൽ കാണുന്നവരിൽ. ഓക്കെ, അപ്പോൾ കുറച്ചൊരു എക്സ്ട്രാ സെൻസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ് ഒന്ന് ഹോണർ ചെയ്യാനായിട്ട്, അത് നിങ്ങൾ കുറച്ചും കൂടെ ബഹുമാനിക്കാനായിട്ടും ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. കുറച്ച് പേര് സൈക്കിക് ഗിഫ്റ്റ്സ് ഉണ്ടാകാം. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഓവർവെൽമിങ് എനർജിയിലോട്ട് പോകാതിരിക്കുക, അതൊരു ബാലൻസിലോട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. ദ ലേഡി, നമ്പർ 3 ആണ് വന്നേക്കുന്നത്. ഒത്തിരി അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജിയാണ്. ഇതും ഒരു ഫെമിനിൻ എനർജിയാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്കിത് ഓൾറെഡി നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മോർണിംഗ് സിക്നെസ് ആയിരിക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേരോട് ഫുഡ്, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, അതൊന്ന് കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നന്നായിട്ട് വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ടും ശ്രമിക്കുക. ദ മൂൺ, ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള എനർജിയാണ് മൂൺ വന്നിട്ട്. കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. മെൻ്റലി, ഇമോഷണലി ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കുറച്ച് പേര് പോകുന്നുണ്ടാകാം. അതായിരിക്കാം കുറച്ച് പേരെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. അതൊന്ന് കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, ചെറുന്യൂസ് 15. കുറച്ച് പേർക്ക് ഇത് ലവ്, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 4 ഓഫ് പെൻറ്റക്കിൾസ്. ബാക്കിൽ ചാരിയറ്റിൻ്റെ എനർജിയാണ്. മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി സ്ട്രോങ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഷിഫ്റ്റ്, ചേഞ്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈക്കിളിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ അറ്റ് പ്രസൻറ്റ് കടന്നു പോകുന്നുണ്ടാകുക. കുറച്ച് പേര് കുറച്ച് ഡിറ്റർമിൻഡ് ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട്, എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാനായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ട്രാവൽ പ്ലാൻസ് ഉണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. 4 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് എനിക്ക് ഈ ഒരു ദിവസം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. മറ്റുള്ളവർക്ക് നിങ്ങൾ ഹെൽപ്പ് കൊടുക്കുന്നതായിരിക്കാം. പൈസയുടെ രൂപത്തിൽ, വെൽത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു കാർഡിൽ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇൻറ്റ്യൂട്ടീവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതിനുള്ള പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ അത് നിങ്ങൾ കറക്റ്റ് പ്ലേസിൽ നിങ്ങളത് ചാനൽ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ പവർ, നിങ്ങളുടെ ശക്തി എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് കുറച്ചൊരു ബാലൻസിൽ, കുറച്ചൊരു സൈലൻ്റ് ആയിട്ട് ഇരിക്കേണ്ടത്, അതൊന്ന് മാനേജ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആകാനായിട്ട് ശ്രമിക്കുക. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ്റെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ റെസ്പോൺസിബിൾ ആകുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം കുറച്ചും കൂടെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മൂൺ വന്നിട്ട് നൈറ്റ് ടൈമാണ്, നമുക്ക് അത്ര ക്ലിയർ അല്ല, ഹിഡൻ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് എന്താണ് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അത് ഫോളോ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹിഡൻ ആയിട്ടുള്ള മീനിങ് ഉണ്ടാകാം. കുറച്ച് പേരോട് രാത്രി, നൈറ്റ് ടൈം കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു 4 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് എനിക്ക് നിങ്ങൾ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, ഓക്കെ, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത വരുത്താനായിട്ട് കുറച്ച് പേര് ഈ ഒരു ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഫിക്സഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ, മണി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ആ ഒരു മണി ഇന്ന് യൂസ് ചെയ്യുന്നുണ്ടാകാം എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ അത് ഉപകാരപ്രദമായിട്ട് വരുന്നുണ്ടാകാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വന്നിട്ട്. നമുക്ക് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം ഈ ഒരു സമയത്ത്. താങ്ക് യു. കുറച്ച് പേർക്ക് ഇത് ലോക്കറിൻ്റെ കീ ആയിരിക്കാം, എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കീ, ഓക്കെ, ഒരു താക്കോല് ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം, ഉത്തരവാദിത്തം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. അത് നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, എന്ത് ബ്ലെസ്സിങ് ആണുള്ളത് നോക്കാം ഇന്നത്തെ ദിവസം വന്നിട്ട്. പായൽ നമ്പർ 1, സൊല്യൂഷൻസ്. ഇന്ന് നിങ്ങൾക്ക് സൊല്യൂഷൻസ് ലഭിക്കുന്നതാണ്, ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒരു ഉത്തരം ലഭിക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ന്യൂ ബിസിനസ് എന്ത് തുടങ്ങണം, എന്ത് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതായിരിക്കാം. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? താങ്ക് യു. ജസ്റ്റിസ്. ഈ ഒരു വീക്കിൽ 1 വീക്കിൻ്റെ റീഡിങ്ങിലും ഈ ഒരു ജസ്റ്റിസ് വന്നിട്ടുണ്ടായിരുന്നു. ഏത് പായലിലാണെന്ന് ഓർമ്മയില്ല. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ജസ്റ്റിസ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേരുടെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോൾഡ് വാർ നടക്കുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഓക്കെ, ഒത്തിരി തണുപ്പ്, ഒത്തിരി ഐസിൻ്റെ എനർജി, എന്തെങ്കിലും മനസ്സിന് ഹാപ്പിനെസ് നൽകുന്ന, കുളിർമ നൽകുന്ന എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, ഹെയർ ഗ്രോത്ത്. നിങ്ങളുടെ ഹെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ലഭിക്കുന്നതായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഹെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം, ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കാം. ഹെയറിനെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത്, നിങ്ങളുടെ ഇമോഷൻസ് എന്താണ് പറയുന്നത്, കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ഓവറോൾ ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്തോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് നമ്പർ 8 ആണ്, ചാൻഡിങ്ങിൻ്റെ എനർജിയാണ്.
ഇന്നത്തെ ദിവസം വന്നിട്ട് അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു ടൈമിൽ വന്നിട്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ സെൽഫ് കെയർ റുട്ടീനിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. യോഗ മാറ്റിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഗ്രൂപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങളെ കുറച്ചും കൂടെ എന്താ പറയുക ഒരു മോട്ടിവേഷൻ നൽകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടി വിയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആണ്, ഒത്തിരി എന്താ പറയുക ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഇൻസ്പിറേഷൻ വരുന്നതാണ്. മെയിനായിട്ട് ബ്രീത്തിങ് ടെക്നിക്കിൽ ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. മന്ത്ര ചാൻറ്റ് ചെയ്യുന്നത്, പ്രയേഴ്സ് നടത്തുന്നത്, അതെല്ലാം നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പൂക്കളുടെ എനർജി, ഫ്ലവേഴ്സിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. കുറച്ച് സമയം ഗാർഡനിൽ പോയിരിക്കുക, ഫ്ലവേഴ്സിൻ്റെ അടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽസ് ആയിരിക്കാം, അതെല്ലാം നിങ്ങളുടെ ആ ഒരു മൈൻഡ് കുറച്ചും കൂടെ കാം ആക്കി വെക്കാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ കളർ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കോൺവെർസേഷൻസ് ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചൊരു ലൈറ്റ് മൂഡിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ മുന്നിൽ പൂക്കൾ സമർപ്പിക്കുന്നത്, ഓക്കെ, അതെല്ലാം നിങ്ങളെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, കുറച്ചും കൂടെ ഹാപ്പി ആക്കി നിർത്തുന്നതാണ്. നോക്കാം ഫയൽ നമ്പർ 2. ഇവിടെ ഡെത്ത് ആണ് വന്നേക്കുന്നത്. ഡെത്ത് വന്നിട്ട് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി. കിങ് ഓഫ് കപ്സിലും എനിക്ക് നിങ്ങളുടെ ഈ ഒരു ദിവസം ആ ഒരു ഹാർമണി, ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി നിലനിർത്താനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ലോയൽറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം, പാർട്ട്ണർഷിപ്പിലായിരിക്കാം, ബിസിനസ് പാർട്ട്ണർഷിപ്പിലായിരിക്കാം, അതൊന്ന് കെയർഫുൾ ആകാനായിട്ടും പറയുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അത് സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. 5 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേര് ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ഒരു ബ്ലെസ്സിങ് തിരിച്ചറിയുന്നതാണ്. ലൈഫിൽ ഒത്തിരി റിലേഷൻഷിപ്സിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ഒത്തിരി പ്രോബ്ലംസിൽ കൂടെ പോയിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളെ ഇന്നത്തെ ദിവസം വന്നിട്ട് പോസിറ്റീവായിട്ടുള്ള മെമ്മറീസ്, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ ലൈഫിലും നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് ഇന്നത്തെ ദിവസം കണക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിലെ എന്താ പറയുക ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ കുറച്ചും കൂടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാഷസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ വന്നിട്ട് ഈ മുതല വന്നിട്ട് ഈ ഒരു ഫിഷിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് എനർജി, എന്തെങ്കിലും ചേസ് ചെയ്യുന്ന എനർജി. ഓക്കെ, നിങ്ങളൊരു വ്യക്തിയെ ആഗ്രഹിച്ചിട്ടുണ്ട്, ആ ഒരു വ്യക്തി റെസ്പോൺസ് നൽകുന്നില്ല, പക്ഷേ നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെസ്പോൺസിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു വ്യക്തി എന്നെക്കുറിച്ചിട്ട് എന്താണ് തിങ്ക് ചെയ്യുന്നത്, എന്താണ് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് ഓർത്തിട്ടൊക്കെ ഒത്തിരി വറി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ഫൂളാണ്, ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി. ഇവിടെ ഡെത്തിലും ഒരു ട്രാൻസ്ഫോർമേഷനാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ എൻഡായിട്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് പാർട്ട്ണർഷിപ്പിലായിരിക്കാം, റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണ എന്തെങ്കിലും പ്രോബ്ലംസ് എൻഡ് ചെയ്തിട്ടൊരു ന്യൂ എനർജിയിലോട്ട് കടക്കുന്നതായിരിക്കാം. കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് ആ ഒരു ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് കുറച്ചും കൂടെ റെസ്പോൺസിബിളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന എനർജിയും ആയിരിക്കാം. കുറച്ച് പേർക്ക് ഈ ഒരു 5 ഓഫ് കപ്സിൽ വന്നിട്ട് നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നതുമാകാം, നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കുന്നതുമാകാം. ഇനി എനിക്ക് അതിനെക്കുറിച്ച് ഓർത്തിട്ട് ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല,
ഓക്കെ, എനിക്കുള്ളതാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരും. ആ ഒരു കോൺഫിഡൻസിലോട്ട് കുറച്ച് പേര് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ബ്യൂട്ടിഫുൾ എനർജിയാണ്. ചേസ് ചെയ്യാതെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എനർജി. നമ്മൾ എത്രത്തോളം പ്യുവറായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിലെ വൂൺസ് എത്രത്തോളം നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം ഒത്തിരി സ്പിരിച്വൽ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. അവരിൽ നിന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള വിസ്ഡം, എന്തെങ്കിലുമൊക്കെ അറിവുകൾ നിങ്ങളുടെ അടുത്തോട്ട് കടന്നു വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂഷൻ ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു നൽകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ത്രൂ ആയിരിക്കാം, മെസ്സേജസ് ത്രൂ ആയിരിക്കാം. ഓക്കെ, ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഈ ഒരു ദിവസം റിസീവ് ആകുന്നുണ്ടാകാം. എഗെയിൻ ഈ ഒരു കപ്സിൻ്റെ എനർജിയിൽ വന്നിട്ട് ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ കമ്പാഷനേറ്റ് ആയിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ഓവർ ഇമോഷണൽ എനർജിയിൽ വന്നിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താ നോക്കാം ഈ ഒരു സമയത്ത് വന്നിട്ട്. താങ്ക് യു. കംപ്ലീഷൻ പറഞ്ഞില്ലേ, ഇവിടെ എന്തെങ്കിലുമൊക്കെ എനർജി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും പ്രശ്നത്തിന് സൊല്യൂഷൻ ലഭിക്കുന്നതായിരിക്കാം. എന്തെങ്കിലും സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ന്യൂ ബിഗിനിങ്ങിലോട്ട് കിടക്കുന്നതായിരിക്കാം. ഫ്രീലാൻസ് ജോബ്, കുറച്ച് പേർക്ക് നിങ്ങളുടെ ജോബായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? ബ്യൂട്ടി. കുറച്ച് പേർക്ക് ബ്യൂട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ കാമായിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഇന്നർ ബ്യൂട്ടി, ആ ഉള്ളിലുള്ള ആ ഒരു സൗന്ദര്യം റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെൻറ്റ്സ് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ആക്ട്സ് ഓഫ് സർവീസ് ആണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം, ഒരു സഹായം ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ബാക്കിൽ ബ്ലെസ്ഡ് ചേഞ്ച്, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.